പുല്ലേപ്പടി റോഡിന്റെ തകർച്ചയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ശയനപ്രദക്ഷിണം നടത്തിയാണ് പ്രതിഷേധിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, വാഴ നട്ടുള്ള പ്രതിഷേധം ഇപ്പോൾ MLA ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവരുണ്ട് പ്രതിഷേധക്കാരുടെ കൂടെ. അനുജ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, ഏകദേശം 4 മാസങ്ങളായി തമ്മനം പുല്ലേപ്പടി റോഡ് തകർന്നു കിടക്കുകയാണ്. സ്ഥിരം അപകടമുണ്ടാകുന്ന സ്ഥലമാണ്. ഹൈക്കോടതി എല്ലാ ദിവസവും ഈ റോഡിന്റെ വിഷയം പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അതിരൂക്ഷമായി ഈ റോഡിലെ ഈ ദുർസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം എല്ലാ ദിവസവും വിമർശിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഇതിലൊരു മാറ്റം വന്നിട്ടില്ല. അപകടങ്ങൾ പതിവാകുന്നു. ഓരോ ദിവസവും അപകടങ്ങൾ, 5 അപകടങ്ങൾ വീതമാണ് ശരാശരി ഈ കുഴിയിൽ വീണ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ പരസ്പരം ഈ PWDയും കോർപ്പറേഷനും പരസ്പരം പഴിചാരുന്നതാണ് റോഡിന്റെ വികസനത്തിന്, നവീകരണ പ്രവർത്തനത്തിന് തടസ്സമാകുന്നതെന്നാണ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും ആരോപണം. ആ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ജഡ്ജസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത്. ഈ കുഴിയിൽ ശയനപ്രദർശനം നടത്തിയാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഇത് ഇനിയും നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ അപകടങ്ങൾ തുടർക്കഥയാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് അവർ പോയത്. ഉമാ തോമസ് MLA അടക്കമുള്ള ആളുകൾ ഇവരുണ്ട്. ഇത് സ്ഥിരമായി ഇവിടെ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഒരു ദിവസം 5 അപകടമൊക്കെ എല്ലാ ദിവസവും 2 വീലേഴ്സൊക്കെ ഉരുണ്ട് വീണുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഇത് പറയാനേ നേരമുള്ളൂ. രാവിലെ എണീക്കുമ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു 4-5 പേരെങ്കിലും വിളിക്കാത്തവരില്ല. ഈ റോഡിൽ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളോട് ശരിയാക്കാൻ എന്നുള്ളത് പോലെയാണ് പറയുന്നത്. ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല, പ്രായമായവർക്ക് പോകാനേ പറ്റുന്നില്ല. പ്രത്യേകിച്ച് സ്കൂൾ പോലുമുള്ള ഈ പ്രദേശത്ത് ഒരു പള്ളിയുണ്ട്, ഇവിടെയുള്ളവർക്കൊന്നും വരാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയാണ്. ഇതാണ് ഈ കൊച്ചിയിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ എല്ലാ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. വലിയ പ്രതിസന്ധിയാണ്. യാത്ര ചെയ്യാൻ എല്ലാ റോഡുകളിലും കുഴി രൂപപ്പെടുന്നു, അപകടം പതിവാകുന്നു. ഹൈക്കോടതി അടക്കം നിരന്തരം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും ഒരു തരത്തിലുള്ള നടപടികൾ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആളുകൾക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അതാണ് എറണാകുളം തമ്മനം പുല്ലേപ്പടി റോഡിന്റെ അവസ്ഥ. ഇപ്പോഴും ആ റോഡ് തകർന്ന അവസ്ഥയിൽ തന്നെയാണ്. എല്ലാ ദിവസവും അവിടെ ഒന്നിലേറെ അപകടങ്ങൾ ഉണ്ടാകുന്നു. പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. MLA ഉമാ തോമസും അവർക്കൊപ്പമുണ്ട്. ശയനപ്രദക്ഷിണം നടത്തിയും വാഴ വെച്ചുമൊക്കെയുള്ള പ്രതിഷേധമാണ്.